പലസ്തീൻ യുദ്ധം താൽക്കാലികമായി ഒരു സമാശ്വാസം തരുന്ന രീതിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും ആരാണ് അവിടെ വിജയിച്ചത് എന്ന ഒരു തർക്കം, ഒരു യുദ്ധത്തിൽ ജയപരാജയങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന വസ്തുത വിസ്മരിച്ചുകൊണ്ട് ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്, ഇസ്രായേൽ ജയിച്ചോ, നെതന്യാഹു വിജയിച്ചോ, അതല്ല ഹമാസിനാണോ വിജയമുണ്ടായത്, പലസ്തീനിലെ ജനങ്ങൾക്കാണോ വിജയമുണ്ടായത്, ഇനി അതൊന്നുമല്ലെങ്കിൽ ട്രംപിനാണോ നേട്ടമുണ്ടായത്, ഈ ജാതി ചോദ്യങ്ങളും ചർച്ചകളുമൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഗാസയിൽ ജയിച്ച ഒരു കൂട്ടരുണ്ട്. അത് ഗാസയിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഗാസയിലേക്കുള്ള 4 ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ, സഹായങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളുടെ കടന്നുവരവ് എല്ലാം തന്നെ തടഞ്ഞുകൊണ്ട് ഒരു ജയിലിൽ എന്ന പോലെ ജനങ്ങളെ അവിടെ ബന്ദികളാക്കിയപ്പോൾ ഗസയിലേക്ക് സഹായം നൽകാൻ എന്ന പേരിൽ ഒരു സേനയെ ഗസയുടെ അതിർത്തികളിൽ വിന്യസിച്ചിരുന്നു. ആ സേന യുനിസെഫിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ ബന്ധം തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടാണ് നൂറുകണക്കിന് ചാരിറ്റി സംഘടനകളുടെ പേരിൽ, മുസ്ലിം ചാരിറ്റിയുടെ മുഖം കൊടുത്തുകൊണ്ടുള്ള സംഘടനകൾ ചാരിറ്റിക്ക് വേണ്ടി പലസ്തീനിലെ കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ധനസഹായം നൽകൂ, അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കൂ, അതിന് ധനസഹായം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത്. ഗാസയിലെ ദുരിത ഭൂമിയിൽ നിന്ന് ഡോളർ ചോദിച്ചുകൊണ്ട് വരുന്ന സന്ദേശങ്ങൾ കനിവുള്ള മനുഷ്യരിൽ പലർക്കും ഒരു കൃത്യം നടത്തി അത് അല്ലെങ്കിൽ തങ്ങളുടെ ചാരിറ്റി നടത്താനുള്ള ഒരു അവസരമാണിത് എന്ന് കരുതിക്കൊണ്ട് ധാരാളം വ്യക്തികളും അതുപോലെ സ്ഥാപനങ്ങളുമൊക്കെ പണം ഗസയിലേക്ക് ഒഴുക്കുകയുണ്ടായി. എന്നാൽ ഇത് ഗസയിൽ എത്തുന്നുണ്ടോ, എത്താൻ വല്ല മാർഗങ്ങളുണ്ടോ എന്നതാണ് ഇവിടെ പ്രസക്തമായ വിഷയം. ഇത്ര ദിവസവും ഇങ്ങനത്തെ പല സൂചനകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇത് പറയാതിരിക്കാൻ കാരണമുണ്ടായിരുന്നു. എന്തെങ്കിലും സഹായങ്ങൾ ഗസയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രചരണം മൂലം തടയപ്പെടുമോ, ഇല്ലാതാകുമോ എന്ന ഒരു ഭയം നമുക്കുണ്ടായിരുന്നു. $100 അയച്ചാൽ എന്താണ് അവിടെ ഗസയിൽ എത്തിച്ചേരുന്നത്? വെറും $30 മാത്രമാണ് അവിടേക്ക് എത്തിച്ചേരുക. $70 നഷ്ടപ്പെടുന്നു. ഇസ്രായേൽ കറൻസിയാണ് അവർക്ക് കിട്ടുന്നത്. ഈ ഇസ്രായേൽ കറൻസിയിൽ ഡോളർ അയക്കുമ്പോൾ പകരം ഇസ്രായേൽ കറൻസി കിട്ടുന്നു. ആ ഇസ്രായേൽ കറൻസിയിൽ ബാക്കി $70 പോകുന്നത് ഗസയെ ആക്രമിക്കുന്ന ശക്തികളുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ശക്തികളുടെ, സിയോണിസ്റ്റ് ശക്തികളുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക്, അവരുടെ ബാങ്കുകൾക്ക്, അവരുടെ മണി എക്സ്ചേഞ്ചുകൾക്കാണ് $70 പോയിക്കൊണ്ടിരിക്കുന്നത്. $30 മാത്രം ഗസയിൽ ആർക്കാണോ നിങ്ങൾ പണം അയക്കുന്നത്, ഏത് വ്യക്തിക്കും സ്ഥാപനത്തിനുമാണോ അയക്കുന്നത്, അവർക്ക് $30 മാത്രം ലഭിക്കുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് പലരും പണം അയക്കുകയുണ്ടായി. അഥവാ കിട്ടുന്ന പണമെങ്കിലും കിട്ടട്ടെ. ഇപ്പോൾ ഈജിപ്തിൽ നിന്നൊക്കെ ഭക്ഷണം കുപ്പിയിലാക്കി കടലിൽ എറിയുകയുണ്ടായല്ലോ. തിരമാലകളിൽ അത് വന്ന് ഗസാ തീരത്ത് അടിയട്ടെ എന്ന് കരുതി അങ്ങനെയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെയൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പണം അയക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഗസയെ വളഞ്ഞ് വരിഞ്ഞ് കെട്ടിയ ഇസ്രായേൽ സേന ഈ പണം ഒഴുക്കിനെ തടഞ്ഞില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗസയിലേക്ക് വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ തടഞ്ഞു വെക്കുന്ന ഇസ്രായേൽ സേന പണം ഒഴുകി വരുന്നത് തടയുകയുണ്ടായില്ല. അതിനോടനുബന്ധിച്ച് തന്നെ ഗസയിലെ ഷോപ്പുകളുടെ ധാരാളം ചിത്രങ്ങൾ, ഗസയിലെ മരുഭൂമിയിൽ ഇങ്ങനെ ടെൻറ്റ് കെട്ടിയിട്ടൊക്കെയുള്ള താൽക്കാലിക ഷോപ്പുകൾ, അത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് അടുത്തൊക്കെയുള്ള ഷോപ്പുകൾ കാണിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ കാശ് കൊടുത്താൽ ഭക്ഷണം കിട്ടും എന്ന് വന്നു. ഈ ഭക്ഷണമില്ലാത്ത, ഭക്ഷണത്തിന് വേണ്ടി നിരന്തരം ദാഹിച്ചുകൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? അവർക്ക് ഭക്ഷണം കിട്ടാനുണ്ട്, കാശ് കൊടുത്താൽ ഭക്ഷണം വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാശുമില്ല, ഭക്ഷണവുമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഗസയിലുണ്ടായിരുന്ന സ്ഥിതിവിശേഷം. ഇനി നിങ്ങൾ പണം അയക്കുകയാണെങ്കിലോ, നിങ്ങൾക്ക് നന്ദി സന്ദേശങ്ങൾ വരുന്നു, അളവറ്റ നന്ദി, നിങ്ങൾ ഇത്ര ചെയ്തല്ലോ, കുട്ടികളുടെ ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിശന്ന് വലഞ്ഞിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടാൽ ആർക്കും മനസ്സലിയും. ആ മനസ്സലിയുന്നവർ തങ്ങൾക്ക് കഴിയുന്ന
എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യും. ഗസയിലെ ഷോപ്പുകളിൽ ഭക്ഷണം എങ്ങനെ എത്തി എന്നതൊരു ചോദ്യമാണ്. ഒരു തരി ഭക്ഷണം പോലും ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭക്ഷണവുമായി വരുന്ന ട്രക്കുകളെല്ലാം തന്നെ അതിർത്തിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതിർത്തിയിൽ ഇസ്രായേൽ തടഞ്ഞു വെക്കുകയാണ്. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ GHF എന്ന പേരിൽ ഒരു ക്രിമിനൽ സംഘത്തെയാണ് ഇസ്രായേൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തട്ടിയെടുക്കാനായി അവിടെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഗസയിലേക്ക് പോകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം തന്നെ അതിർത്തിയിൽ വെച്ച് ഈ GHF വളണ്ടിയർമാർ തട്ടിയെടുക്കുന്നു. അത് ഇസ്രായേലിൻ്റെ ആളുകളാണ്, ഇസ്രായേലിന് വേണ്ടപ്പെട്ടവരാണ്, ഇസ്രായേൽ സൈന്യത്തിൽപ്പെട്ടവരാണ്. അവരത് തട്ടിയെടുക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു അംശം നേരത്തെ പറഞ്ഞ പോലെ പേപ്പാൽ ഉപയോഗിച്ചാണ് ഇവിടേക്ക് ധനസഹായം ആവശ്യപ്പെടുന്നത്. പേപ്പാൽ ഉപയോഗിച്ച് നിങ്ങൾ ധനസഹായം നൽകുമ്പോൾ അതിൻ്റെ 70%, $100 $70 ഈ ബാങ്കുകൾക്കും അതുപോലുള്ള സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ GHFനും പോകുമ്പോൾ $30 അവിടെ കിട്ടുന്നുള്ളൂ എന്നതുപോലെ തന്നെ ഈ വിശപ്പിൻ്റെ കാഠിന്യത്താൽ പിടയുന്ന മനുഷ്യർക്ക് ലഭിക്കുന്നത് വളരെ കുറച്ച് ഭക്ഷണം. ആ ഭക്ഷണത്തിന് പണം വാങ്ങുന്നു. ഈ $30, ഇതിൽ നിന്നുള്ള $30 ഉപയോഗിച്ചാണ് ഈ പെട്ടിക്കടകൾ പോലത്തെ അല്ലെങ്കിൽ തട്ടുകടകൾ പോലത്തെ ഒരു സ്ഥലത്ത് ഇതിൽ നിന്നും മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ള, ഇതിൽ നിന്നും ലൂട്ട് ചെയ്ത് കൊള്ളയടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവിടെ തെരുവിൽ വിറ്റ് പലസ്തീനികൾക്കുള്ള ഭക്ഷ്യപദാർത്ഥം അവരുടെ കാശ് തന്നെ വാങ്ങിയിട്ട് അവർക്ക് തന്നെ കൊടുക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവർത്തനം അവിടെ നടന്നു. ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുക ഒരു വശത്ത്, വെടിവെച്ച് തീർക്കുക വേറൊരു വശത്ത്, ആശുപത്രികൾ ബോംബിട്ട് തീർക്കുക മറ്റൊരു വശത്ത്, അതോടൊപ്പം തന്നെ ചെയ്യുന്ന അതിനേക്കാൾ നികൃഷ്ടമായ ഒരു കൃത്യമാണ് അവർക്ക് ചാരിറ്റി സംഘടനകൾ നൽകുന്ന, അവർക്ക് മറ്റു രാജ്യങ്ങൾ നൽകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളത്. ആ കൊള്ളയടിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ അവർക്ക് തന്നെ കൂടിയ വിലക്ക്, 3 ഇരട്ടി വിലക്ക് വിൽക്കുക എന്നുള്ളത് ഏറ്റവും നികൃഷ്ടമായ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ സൈന്യം ചെയ്യുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു കൃത്യമാണത്. എന്ന് മാത്രമോ, ഇസ്രായേലിൽ നിന്ന് ആളുകൾക്ക് പുറത്തു വരാനോ അകത്തേക്ക് കടക്കാനോ നിർവാഹമില്ല. അതെല്ലാം തടഞ്ഞു വച്ചിരിക്കുന്നു. എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഫ്ലോട്ടിലെക്കുറിച്ച് നമുക്കറിയാം. കടലിലൂടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന ബോട്ടുകളും കപ്പലുകളുമൊക്കെ എങ്ങനെ തടഞ്ഞു എന്ന് നമുക്കറിയാം. എന്നാൽ ഇസ്രായേലിൽ നിന്നും ഗതികെട്ട് പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും മരണപ്പെട്ടു, ആശുപത്രിയിലായി, തങ്ങളുടെ പുറത്തുള്ള ബന്ധുക്കൾ നിർബന്ധമായും കാണണം എന്ന് വരികിൽ എന്താണ് പലസ്തീനികൾക്കുണ്ടായിരുന്ന ഒരു മാർഗം? ഗസയിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു മാർഗം എന്താണ്? ഒരു മാർഗവുമില്ല. പക്ഷേ അവിടെ ചില മാർഗങ്ങൾ അപ്പോഴും തുറന്നു കിടപ്പുണ്ടായിരുന്നു. സ്കൈ ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം അവർ തെളിവ് സഹിതം, അതായത് $100 ടിക്കറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് $500 കൈപ്പറ്റിക്കൊണ്ട് ഈജിപ്തിലെ ചില മിലിറ്ററി ജനറൽമാരുടെ അറിവോടും സമ്മതത്തോടും കൂടി അല്ലെങ്കിൽ അവരുടെ പങ്കോടുകൂടി ആളുകളെ കടത്തിവിടുന്ന മനുഷ്യക്കടത്തിൻ്റെ പുതിയ രീതിയും അവിടെ ആവിഷ്കരിക്കപ്പെടുകയുണ്ടായി. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ഒരു ജനതയ്ക്ക് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ പീഡനങ്ങളാണ് ഈ ജനതയ്ക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ദ്രോഹ രാഷ്ട്രം നൽകിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ പുതിയ കഥകളാണ് നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.